അസ്സലാമു അലൈക്കും. തഹിയ്യയാണ് ഇപ്പോൾ വിഷയം, ചർച്ചാ വിഷയം. 46 കോടി എങ്ങനെ വന്നു? അതാണ് ചർച്ച. ഒന്നും ആലോചിക്കാനില്ല. ഞങ്ങളുടെ നേതാവ് തങ്ങളെ ദുബൈയിൽ മറ്റൊരു പരിപാടിക്ക് വന്ന സമയത്ത് ഇവിടുത്തെ ആ ഇൻ്റർനാഷണൽ പരിപാടിയിൽ സംഘാടകർ മൂപ്പരെ കാല് പിടിച്ചിട്ട് പങ്കെടുപ്പിച്ചതാണ്. ആദ്യം ഒരു അനുഗ്രഹ പ്രഭാഷണം എന്ന് പറഞ്ഞിട്ട് ഒരു ഇതാണ് കൊടുത്തിരുന്നെങ്കിൽ പിന്നെ അദ്ദേഹത്തിൻ്റെ ആവശ്യം മനസ്സിലാക്കി മൂപ്പര അധ്യക്ഷ കസേര തന്നെ നൽകുകയും അദ്ദേഹത്തെ ആ പരിപാടിയിൽ പങ്കെടുപ്പിക്കുകയും ചെയ്തു. പങ്കെടുപ്പിക്കുക മാത്രമല്ല ചെയ്തത്, അദ്ദേഹം വരിക മാത്രമല്ല ചെയ്തത്, ഞങ്ങളൊരു പൂട്ടിയൊരു വാൾവ് ഉണ്ടായിരുന്നു, ആ വാൾവ് അദ്ദേഹം തുറന്നിട്ടാണ് ആ പരിപാടിയിൽ പങ്കെടുപ്പിച്ചത്. പങ്കെടുത്ത് 1 മണിക്കൂറിൻ്റെ അടുത്ത് മൂപ്പര് സംസാരിച്ചിട്ടുണ്ട്. 1 മണിക്കൂറോളം മൂപ്പര് സംസാരിച്ചിട്ട് അതിൽ വളരെ കൃത്യവും വ്യക്തവുമായിട്ട് അത് ശ്രദ്ധിച്ച് അത് അവിടെ ഇരുന്ന് അത് കേട്ട ആളുകൾക്ക് മനസ്സിലാവും. വളരെ കൃത്യമായിട്ട് അദ്ദേഹം ആ പ്രസംഗത്തിൽ അത് ഉപയോഗപ്പെടുത്തുകയും ചെയ്തു, ആ ഫണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ. അങ്ങനെ 46 കോടിയിലേക്ക് ആ ഒരു സമാഹരണം വൻ വിജയമായി അത് വിജയിച്ചു. അദ്ദേഹം പല പ്രമുഖരെയും വളരെ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ്, ഒരുപാട് ആളുകളെ കണ്ട് സംസാരിച്ച് നാട്ടിലും ഇവിടുത്തെയൊക്കെ പ്രമുഖരൊക്കെ കണ്ടിട്ടാണ് അതിലേക്ക് ലക്ഷങ്ങളാണ് സംഭാവന ചെയ്തത്. 1-2 അല്ല, ലക്ഷങ്ങളാണ് അതിലേക്ക് മുപ്പരവക സംഭാവന നടത്തിയത്. അങ്ങനെ ഈ പരിപാടി വൻ വിജയമായി. ഇൻ്റർനാഷണൽ സമ്മേളനം വിജയിച്ചു, ഫണ്ട് വിജയിച്ചു, ഇതൊക്കെ വിജയിച്ചു കഴിഞ്ഞു. അങ്ങനെ ഈ ഫണ്ട് സമാഹരണം സമാപിക്കുകയായിരുന്നു. 25 കോടിയിലെത്തി അത് സമാഹരിച്ച് അത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കണം, ക്യാമ്പയിൻ അവസാനിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് നമ്മുടെ നേതാവ് തന്നെ പറഞ്ഞ് പറ്റില്ല, ഇനിയും കുറേ ആളുകളെ ഞാൻ കണ്ടതുണ്ട്, പ്രമുഖരെ കണ്ടത് ഇനിയും വരാനുണ്ട്, അതുകൊണ്ട് 15 ദിവസം കൂടെ നീട്ടി കൊടുക്കണം. അങ്ങനെ അത് വീണ്ടും 15 ദിവസം നീട്ടി അത് 46ലേക്ക് അത് ഉയരുകയായിരുന്നു. സുഹൃത്തുക്കളെ, ഈ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കണം. എന്തോരം ആളുകൾ ഇത്തരം ഈ ഒരു സംഭാവന ഇതൊക്കെ ഒഴുകി എത്തിയത്, ഇതിൻ്റെ പിന്നിൽ എത്ര ഈ ഒരു ഞങ്ങളുടെ നേതാവ് എത്ര കഠിനാധ്വാനം ചെയ്തിട്ടുണ്ടെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഇങ്ങനെയൊക്കെയാണ് ചില അല്പന്മാരുടെ മനസ്സിലിരിപ്പ്. അവർ കരുതുന്നത് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കണമെന്നാണ്. യഥാർത്ഥത്തിൽ സംഭവിച്ചത് സമദ് പൈസയുടെ ഒരു വോയിസ് കേട്ടിരുന്നു. യഥാർത്ഥം സംഭവിച്ചത് മൂപ്പരായിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്. തുടക്കത്തിൽ ഇതിൻ്റെ ആപ്പ് ലോഞ്ചിങ് ചെയ്തതിന് ശേഷം ഓരോ പ്രമുഖരെയും കണ്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ചെന്ന് ഇതിലേക്ക് സമാഹരിക്കുന്നതിന്, ഇതിൻ്റെ പ്രൊമോഷൻ വീഡിയോക്ക് വേണ്ടിയിട്ട് ചില മഹാന്മാരൊക്കെ ചെന്ന് കണ്ട സമയത്ത് അവരവിടുന്ന് ഇറക്കി വിട്ടതാണ്. അതിന് താല്പര്യമില്ല, തരില്ല എന്ന് പറഞ്ഞിട്ട് ഇറക്കി വിട്ടിട്ടുണ്ട്. ഇതിലേക്ക് പൈസ കൊടുക്കുന്ന ആൾക്കാരെ വിളിച്ചുകൊണ്ട് മുടക്കിയിട്ടുണ്ട്. ആ വാൾവ് നിങ്ങൾ തുറന്നിട്ടില്ലെങ്കിലും ഇതിലേക്കുള്ള വാൾവ് പൂട്ടാനും അത് തുറക്കാനും നിങ്ങൾക്ക് എന്തായാലും കഴിയൂല. ഇത് തുറക്കാനും അടക്കാനൊക്കെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വാൾവ് തുറക്കാനും പൂട്ടാനൊക്കെ സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ എന്ന് പറഞ്ഞ ഞങ്ങളുടെ നേതാവുണ്ട്. മൂപ്പര് തുറന്നിട്ടുണ്ടെങ്കിൽ അത് പൂട്ടാൻ മാത്രമുള്ള ഒരു പടപ്പ് ഇവിടെ ഇല്ല. അത് റബ്ബ് തന്നെ വിചാരിക്കണം. സമസ്തൻ്റെ അധ്യക്ഷ പദവി എന്ന് പറഞ്ഞിട്ട് ആ ഒരു അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന മഹാനായ സയ്യിദുൽ ഉലമയെ ചെറുതാക്കി കാണിക്കാനും അദ്ദേഹം ഒരു ആഹ്വാനം നടത്തിയാൽ അതിലേക്ക് ഫണ്ട് വരില്ല എന്ന് കരുതിയിരുന്ന ചില കോഴികൾ കുവ്യാലെ നേരം വെളുക്കുള്ളൂ എന്ന് കരുതിയ ചില ആളുകൾ വിചാരിച്ചത് അങ്ങനെയാണ്. എന്നാൽ സമസ്തക്ക് ഒരു അടിസ്ഥാനമായിട്ട് കുറച്ച് ബേസിക് കുറച്ച് ആളുകൾ, ഷജറ എന്ന് നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമസ്തയുടെ പ്രവർത്തകർ, അവർ കൈയഴിഞ്ഞു കൊടുക്കും, അവരിഷ്ടം പോലെ കൊടുക്കും. ആ സമസ്തയുടെ ജനങ്ങൾ, സമസ്തയുടെ മക്കൾ കൊടുത്ത ഫണ്ട് തന്നെയാണ് 46 കോടി രൂപ. അല്ലാതെ അത് നിങ്ങളാരെങ്കിലും വാൾവ് പൂട്ടി തുറന്നതോ ഇല്ലെങ്കിൽ പെണ്ണുങ്ങളെ സ്ഥലം വിറ്റിട്ട് കൊടുത്തതോ അതൊന്നുമല്ല. മനസ്സിലായില്ലേ? ചില ആൾക്കാർ ഇപ്പോൾ ഗ്രൂപ്പിൽ വന്നിട്ട് 8 കാലി മമ്മുഞ്ഞ് ചമയ, അത് നമ്മുടെ വക വന്നതാണ്, അത് നമ്മൾ പറഞ്ഞുകൊണ്ട് വന്നതാണ്. 1 മണിക്കൂറോളം സമയം കിട്ടിയിട്ട് തഹിയ എന്ന വാക്ക് ഉച്ചരിക്കാൻ കഴിയാതെ ഫേസ്ബുക്കും സോഷ്യൽ മീഡിയയിൽ ആരെങ്കിലും ഏതെങ്കിലും വാർഡിലെ മെമ്പർ ചെന്ന് മാലിട്ട് കൊടുക്കുന്നത് വരെ പ്രചരിപ്പിക്കുന്ന ഒരാൾക്ക് തഹിയ ഇത്രയും വലിയ ഒരു വിപുലമായിട്ട് സമാഹരണം നടത്തിയിട്ട് അതിൻ്റെ വലിയൊരു സ്ഥാനത്ത് തന്നെ അദ്ദേഹത്തെ പ്രതിഷ്ഠിച്ചിട്ട് പോലും അദ്ദേഹത്തിന് പ്രചരണം നടത്താനോ ഇതിലേക്ക് ശേഖരിക്കാനോ കഴിഞ്ഞിട്ടില്ലെങ്കിൽ
ആ സ്ഥാനത്തിന് അദ്ദേഹം അർഹനല്ല. ആ സ്ഥാനം അദ്ദേഹത്തിന് അർഹതപ്പെട്ടതുമല്ല. എന്നിട്ട് ഇപ്പോൾ എല്ലാം വിജയിച്ച് കഴിഞ്ഞതിന് ശേഷം 8 കാലി മമ്മുഞ്ഞി ചമയാൻ വരുന്നതിന്, ഇതിന് ഞങ്ങളുടെ ഭാഷയിൽ പറയാം, കുറച്ചെങ്കിലും ഉളുപ്പ് എന്ന് പറയുന്നൊരു സാധനം കയ്യിൽ വേണം.